എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത്. കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ശ്രേഷ്ഠ. ശ്രേഷ്ഠ പദ്ധതിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി സ്വര പാട്ടീൽ. സ്വര പാട്ടീലാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് നമോ ഭാരത്. റാപ്പിഡ് എക്സ് എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. നമോ ഭാരത് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 2023 നേടിയത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 2023 നേടിയത് മധുരൈ TN ശേഷഗോപാലൻ. മധുരൈ TN ശേഷഗോപാലനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 2023 നേടിയത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി K-സ്മാർട്ട്. K-സ്മാർട്ട് പദ്ധതിയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി. 2023 ഒക്ടോബർ 23 അന്തരിച്ച പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റർ. 2023 ഒക്ടോബർ 23 അന്തരിച്ച പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റർ ബിഷൻ സിംഗ് ബേദി. 77 വയസ്സായിരുന്നു. ബിഷൻ സിംഗ് ബേദിയാണ് 2023 ഒക്ടോബർ 23 അന്തരിച്ച പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റർ. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഗോവ. 37ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന് 5ാം സ്ഥാനമാണ്. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഗോവ. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് IMC സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയതാര്? MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയത് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയത്. ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര്. ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര് ആയ്ക്കർ ഭവൻ. ആയ്ക്കർ ഭവൻ എന്നതാണ് ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ പേര്. രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് കോവിഡ് ഉപവകഭേദം JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി. ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഗ്ലോബൽ ഇൻക്ലൂസീവ് ഫിനാൻസ് ഉച്ചകോടി 2023 വേദി.
യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് 2023 വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് 2023 വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആൻഡിം പങ്കൽ. ആൻഡിം പങ്കലാണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് 2023 വനിതാ വിഭാഗം റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യ. ഇന്ത്യയാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം, സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. കോഴിക്കോടിനെയാണ് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S. സോമനാഥിൻ്റെ ആത്മകഥ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S. സോമനാഥിൻ്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S. സോമനാഥിൻ്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനി ദാസ്. നന്ദിനി ദാസ് ആണ് 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ. ഡൽഹിയിലെ കേന്ദ്ര സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ചത്. ഡൽഹിയിലെ കേന്ദ്ര സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ചത് ഷർമിള ടാഗോർ. ഷർമിള ടാഗോറിനാണ് ഡൽഹിയിലെ കേന്ദ്ര സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ചത്. 2023 സത്യൻ പുരസ്കാര ജേതാവ്. 2023 സത്യൻ പുരസ്കാര ജേതാവ് മനോജ് കെ ജയൻ. മനോജ് കെ ജയനാണ് 2023 സത്യൻ പുരസ്കാര ജേതാവ്. സ്വാതന്ത്ര്യസമര സേനാനിയും മാതൃഭൂമി സ്ഥാപക പത്രാധിപരുമായിരുന്ന KP കേശവമേനോൻ്റെ സ്മരണയ്ക്കായി തരൂർ KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ KP കേശവമേനോൻ സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖൻ. വൈശാഖനാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി സ്ഥാപക പത്രാധിപരുമായിരുന്ന KP കേശവമേനോൻ്റെ സ്മരണയ്ക്കായി തരൂർ KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ KP കേശവമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. കാസർഗോഡാണ് ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. സൈബർ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേര്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2 ആണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേര്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. കെടാവിളക്ക് പദ്ധതിയാണ് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്ന ഏത് വിമാനങ്ങളെയാണ് സേനയിൽ നിന്ന് വിടചൊല്ലുന്നത്? 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്ന ഏത് വിമാനങ്ങളാണ് സേനയിൽ നിന്ന് വിടചൊല്ലുന്നത്? MiG-21. MiG-21 വിമാനങ്ങളാണ് 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്നത്. ഈ വിമാനങ്ങളാണ് സേനയിൽ നിന്ന് വിടചൊല്ലുന്നത്. സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി. സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി പ്രൊഫസർ ലീല ഓംചേരി. 94 വയസ്സായിരുന്നു. പ്രൊഫസർ ലീല ഓംചേരിയാണ് സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ?
കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ? M.M. ലോറൻസ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാവായ M.M. ലോറൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഥിലി. ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മാലദ്വീപാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്? ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് ഗസൽ ഗായകൻ ഉമ്പായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്. സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിൻ്റെ പേര്? സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിൻ്റെ പേര് ചെ ചെസ് ഫെസ്റ്റിവലാണ് സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന? സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ്. ഓപ്പറേഷൻ വനജ് ആണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ നിലവിൽ വന്നത്? കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ നിലവിൽ വന്നത് ശംഖുമുഖം. തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖത്താണ് കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ നിലവിൽ വന്നത്. പൂനെയിലെ സതേൺ കമാൻഡിൽ സമാപിച്ച ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര്? പൂനെയിലെ സതേൺ കമാൻഡിൽ സമാപിച്ച ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് മിത്രശക്തി 2023. മിത്രശക്തി 2023 പൂനെയിൽ സതേൺ കമാൻഡിൽ സമാപിച്ച ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ അടുത്തിടെ അന്തരിച്ച ഗോത്രവനിത? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ അടുത്തിടെ അന്തരിച്ച ഗോത്രവനിത ബുധിനി മെജാൻ. 85 വയസ്സായിരുന്നു. ബുധിനി മെജാനാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ അടുത്തിടെ അന്തരിച്ച ഗോത്രവനിത. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ? 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ. ഫയർ ബേർഡ് എന്ന നോവലിനാണ് പുരസ്കാരം. പെരുമാൾ മുരുകനാണ് 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം? കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീഥി. തിരുവനന്തപുരം ജില്ലയിലെ മാനവീയം വീഥിയാണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെപ്പറ്റിയുള്ള ബോധവത്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെപ്പറ്റിയുള്ള ബോധവത്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? പോക്സോ നിയമം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ പോക്സോ നിയമത്തെപ്പറ്റിയുള്ള ബോധവത്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPGയുടെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മ.
അലോക് ശർമ്മയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ വിവേക് മൂർത്തി. ഡോക്ടർ വിവേക് മൂർത്തിയാണ് വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി. അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി എസ് വെങ്കിട്ടരമണൻ. 93 വയസ്സായിരുന്നു. എസ് വെങ്കിട്ടരമണനാണ് അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക്. ചന്ദ്ര. ചന്ദ്രയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം ഗർഭ നൃത്തം. ഗർഭ നൃത്തമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപം. അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള. അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള ട്രാൻസ്പ്ലാന്റ് ഗെയിംസ്. ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് ആണ് അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കുമായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കായികമേള. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ. ഗുഡ് ബൈ ജൂലിയയാണ് 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം. 2023 ഡിസംബറിൽ BCCI പിൻവലിച്ച 7ാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റേതാണ്? 2023 ഡിസംബറിൽ BCCI പിൻവലിച്ച 7ാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റേതാണ്? മഹേന്ദ്ര സിംഗ് ധോനി. 2023 ഡിസംബറിൽ BCCI പിൻവലിച്ച 7ാം നമ്പർ ജേഴ്സി മഹേന്ദ്ര സിംഗ് ധോനിയുടേതാണ്. ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗോൽ. ഗോൽ മത്സ്യമാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ബ്രിട്ടനിലെ മന്ത്രിസഭാ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജ. ബ്രിട്ടനിലെ മന്ത്രിസഭാ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജ സുല്ല ബ്രാവർമാൻ. സുല്ല ബ്രാവർമാനാണ് ബ്രിട്ടനിലെ മന്ത്രിസഭാ അഴിച്ചുപണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.